റിനു ശ്രീധർ, SITയുടെ അടുത്ത നീക്കം എന്താണെന്നറിയാനാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്ക് അവരുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, നിലവിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് SITക്ക് മുന്നിലുള്ളത്. അത് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതെത്രമാത്രം വിജയത്തിലേക്ക് എത്തും എന്നുള്ളതിൽ ഒരു സംശയം ഇപ്പോഴുണ്ട്. കാരണം സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളതിൽ കൃത്യമായി മനസ്സിലാക്കുന്നതിന് അന്വേഷണ സംഘത്തിനായിട്ടില്ല എന്നുള്ളതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നതും ലഭിക്കുന്ന വിവരവും ഇന്ന് രാത്രിയോടുകൂടി തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കും എന്ന് തന്നെയാണ്. അത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു രീതിയിലുള്ള ഒരു വിവരമോ അല്ലെങ്കിൽ ധാരണയോ ഇല്ലാതെ അത്തരമൊരു ആത്മവിശ്വാസം SIT ടീം പങ്കുവയ്ക്കില്ല എന്നുള്ളതാണ്. അത് നമ്മളും വിശ്വാസത്തിലെടുക്കുകയാണ്. കാരണം ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയോടുകൂടി ഒരു കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നീക്കമാണോ SITയുടെ മുന്നിലുള്ളത് എന്നുള്ളൊരു സംശയവും ബാക്കിയാണ്. എന്തായാലും രണ്ട് സാധ്യതകൾ ഇപ്പോൾ SITയുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന്, ഇദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യഹർജി തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ ജാമ്യഹർജി നൽകും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. രണ്ട്, നാളെ തിരുവനന്തപുരത്തെ കോടതിയിലെത്തി ഹാജരാകുമോ എന്നുള്ളതാണ്. ഈ രണ്ട് രീതിയിലുള്ള ഒരു അന്വേഷണമാണ്. പക്ഷേ അപ്പോഴും സിദ്ദിഖ് ഇവരുടെ അന്വേഷണ സംഘത്തിൻ്റെ കരവലയത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാര്യം കൊച്ചി വിട്ടു പോകുവാൻ വേണ്ടി സിദ്ദിഖിനായിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായി ടവർ ലൊക്കേഷൻ അനുസരിച്ചൊക്കെ തന്നെ പരിശോധന നടത്തുമ്പോൾ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു കാണും. അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, കസ്റ്റഡിയിൽ എടുക്കാനാകുമെന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം കൂടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CI ഉൾപ്പെടെയുള്ള സംഘം കൂടി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ, അതായത് ഇവിടുന്ന് പോകുന്ന ഈ സംഘത്തിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്, കസ്റ്റഡിയിലെടുത്താൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുക, കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. എന്തായാലും പൂങ്കുഴലി IPSൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോഴും അവിടെയുണ്ട്. ADGP H. വെങ്കടേഷ് കൃത്യമായി തന്നെ അവലോകനം നടത്തുന്നുണ്ട്. ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തായാലും സിദ്ദീഖിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം SIT ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. സുജയ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് അൽ-അമീനിലേക്ക് കൂടി പോകാം. അൽ-അമീൻ, ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ളതാണ് മണിക്കൂറുകളായി നമ്മളും വാർത്ത നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അറസ്റ്റിനുള്ള നീക്കങ്ങൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ എത്തിക്കുന്നതിനായിട്ടുള്ള മറുനീക്കങ്ങൾ അത് മെനയുകയാണ്, ഏതോ സുരക്ഷിതമായ താവളത്തിലിരുന്നു കൊണ്ട്. അതല്ലേ നമുക്ക് ഇന്നത്തെ ഈ വാർത്താപ്പകൽ ഒടുങ്ങുമ്പോൾ കിട്ടുന്ന വിവരം? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല സുജയ. സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുക, അതിനുള്ള നീക്കം നടത്തുക, അതിനൊരു സാവകാശം, അതിന് സുരക്ഷിതമായ ഒരിടം, അത് തന്നെയാണ് സിദ്ദീഖ് ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു ഇടത്ത് തന്നെയാണുള്ളത്. നമ്മുടെ രാവിലെ മുതൽ പടമുകൾ വീട്ടിലുണ്ട്. നമ്മൾ ആദ്യമൊന്നും ആരെയും കണ്ടിരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സന്ധ്യ മയങ്ങുമ്പോൾ വീട്ടിൽ ലൈറ്റൊക്കെ തെളിയുന്നുണ്ട്. എന്ന് മാത്രമല്ല ജോലിക്കാരുൾപ്പെടെയുള്ളവർ വീട്ടിനകത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ മുകളിൽ രണ്ടുപേരെ കണ്ടിരുന്നു. അവർ ഫോണിൽ സംസാരിക്കുന്നത് മറ്റും വീട്ടിൻ്റെ മുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ വീട്ടിൽ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഒരാൾ പുറത്തിറങ്ങി വന്ന് ഈ വീടിൻ്റെ പ്രവേശന കവാടത്തിന് പ്രധാന ഗേറ്റിനടുത്തുള്ള ഈ രണ്ട് നായകളുണ്ട്, വളർത്തു നായകൾ രണ്ടുപേരുണ്ട്. അവർക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. വീട്ടുകാരല്ല, അവിടുത്തെ ജോലിക്കാരാണ്. സ്വാഭാവികമായും വീട്ടിനകത്ത് ആളുണ്ട്. ഇനി വീട്ടുകാരുണ്ടോ, അതിനോടൊപ്പം വീട്ടുകാരോ കുടുംബക്കാരോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളുടെ ഒരു ക്യാമറ കണ്ണുകൾ ഇവിടെ നിലയുറപ്പിച്ചത് കൊണ്ട് തന്നെ അവരാരും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല. ബന്ധുക്കളോ വീട്ടുകാരോ സിദ്ദീഖിൻ്റെ കുടുംബക്കാരും വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജോലിക്കാർ പുറത്ത് വന്ന് വളർത്തു നായകൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് മടങ്ങിയിരിക്കുകയാണ്. വീട്ടിൻ്റെ ചുറ്റും ലൈറ്റൊക്കെ തെളിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിദ്ദീഖ് ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അദ്ദേഹത്തിൻ്റെ വാഹനമൊന്നുമില്ല, ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ ഏതായാലും സിദ്ദീഖ് സുരക്ഷിതമായ ഒരിടത്തുണ്ടോ എന്നുള്ളത് ഉറപ്പാണ്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. കാരണം അതുകൊണ്ട് തന്നെയായിരിക്കണം മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് സിദ്ദീഖ് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവുക. ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തിരിച്ചടി മണന്നിട്ടുണ്ടാകും, തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മുൻകൂട്ടി മാറിയത്. നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഈ വിധി വന്നതിന് ശേഷം, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷമല്ല സിദ്ദീഖ് സുരക്ഷിത ഇടത്തേക്ക് മാറിയത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇന്നലെ വരെയും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒന്ന് പുലർച്ചെയൊക്കെ ആയിരിക്കണം സിദ്ദീഖ് ആ വിധത്തിൽ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടാവുക. കോടതി വിധി നിരീക്ഷിച്ചതിന് ശേഷം ഒരു നീക്കം നടത്താമെന്നുള്ളതായിരുന്നിട്ടുണ്ടാവുക ആലോചിക്കുന്നതും. ഏതായിരുന്നാലും അങ്ങനെ വിധി വന്നു. മകൻ ഉൾപ്പെടെ സിദ്ദീഖിന് നേരിട്ട് അഭിഭാഷകനെ കാണാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മകൻ നേരിട്ട് അഭിഭാഷകൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. അപ്പീൽ പോകാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുന്നു. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ആ രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള നീക്കം എന്ത്, സിദ്ദീഖിൻ്റെ നീക്കം എന്ത് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രധാനം.